നമസ്കാരം. ചലച്ചിത്ര പിന്നണി ഗായകനാകാൻ ചെന്നൈയിലെത്തി ആദ്യ ശ്രമം പരാജയപ്പെട്ടതിൻ്റെ വിഷമവുമായി രവീന്ദ്രൻ മാസ്റ്റർ കോടമ്പക്കം തെരുവുകളിലൂടെ നടന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് 1000 ചിന്തകൾ. എങ്ങനെയെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പാടണം, പാടിയിട്ട് ആദ്യം ഒരു പാട്ട് പാടിയിട്ട് നാട്ടിലേക്ക് ഒരു വിജയിയെപ്പോലെ തിരിച്ചു ചെല്ലണം. ഇങ്ങനെയൊക്കെ നിരവധി ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒന്നുണ്ട്, അത് രവീന്ദ്രൻ മാസ്റ്റർ തന്നെ പറഞ്ഞു. അന്നത്തെ രൂപം 6-6.5 അടി പൊക്കവും അതിൻ്റെ നീളവും ഗാംഭീര്യവും ഒക്കെ ഉണ്ടെങ്കിലും ബെൽ ബോട്ടം പാൻറ്, ലാടം വെച്ച ഷൂസ്, നീട്ടി വളർത്തിയ ചുരുളൻ മുടി, വലിയ പാള ബെൽറ്റ്, ഇതൊക്കെയായിരുന്നു വേഷം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത്തരം വേഷത്തിൽ ഒരാളെ കണ്ടാൽ അത് ഇമ്പ്രസ് ചെയ്യും എന്ന് ഇമ്പ്രസ് ചെയ്യില്ല എന്നാണ് മാഷ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു രീതി മിക്കവാറും യേശുദാസിനെയൊക്കെ അനുകരിച്ച് വെള്ളയൊക്കെ ആയിരുന്നു പലപ്പോഴും. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് യേശുദാസിൻ്റെ പോലെ ഒരു അതിനപ്പുറത്തെ പിന്നണി ഗായകനാകണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഈ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്റർ ചെന്നൈയിൽ വന്നിറങ്ങിയത്. പക്ഷേ ആദ്യത്തെ ദേവരാജൻ മാസ്റ്ററിനെ കണ്ട് ഇത് നടക്കില്ല, ഈ ജന്മത്ത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ബോൾഡായിട്ടൊരു തീരുമാനമെടുത്ത് എന്തെങ്കിലും 4 വരി പാടിയിട്ടേ ചെന്നൈയിൽ നിന്ന് മടങ്ങൂ എന്നുള്ളൊരു ശപഥമെടുത്തിട്ടുള്ള ഒരു പോക്കാണ്. അങ്ങനെ പിന്നീട് ഒരു 1.5 വർഷം വേണ്ടി വന്നു സിനിമയുടെ സിനിമാ സർക്കിളിനകത്ത് കയറിപ്പറ്റാനും ഒരു സിനിമയ്ക്ക് വേണ്ടി 4 വരി പാടുവാനും സമയം എടുത്തു. അദ്ദേഹം 10-20 കിലോമീറ്റർ അകലെയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് അടുത്തടുത്ത് വന്നു, വടവളണിയിലും കോടമ്പക്കത്തും ഒക്കെ വന്ന് താമസമായി. സിനിമാ സുഹൃത്തുക്കളുമായി നല്ല സൗഹൃദത്തിലായി. അങ്ങനെ അദ്ദേഹം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിരവധി സംഗീത സംവിധായകരുണ്ട്. കെ വി മഹാദേവൻ, ചിദംബരനാഥ്, അതുപോലെ MS വിശ്വനാഥൻ, ഇങ്ങനെയുള്ള മഹാരഥന്മാരുള്ള ആ കോടമ്പക്കത്ത് ഇദ്ദേഹം പലരെയും കാണുവാനായി ഇങ്ങനെ ഓരോ ദിവസവും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ദേവരാജൻ മാസ്റ്റർ ഈ കഥയിലെ ഒരു വില്ലനൊന്നുമല്ല. ഈ ദേവരാജൻ മാസ്റ്റർ പിൽക്കാലത്ത് രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധായകനായി ആദ്യ ചിത്രത്തിന് സംഗീതം ഒരുക്കുമ്പോൾ ആദ്യമായി വന്ന് അനുഗ്രഹം ചൊരിഞ്ഞത് ദേവരാജൻ മാസ്റ്ററായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു അന്ന് അക്കാലത്ത് സിനിമയിൽ പാടണമെങ്കിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. സിനിമയിൽ എഴുതണമെങ്കിലോ സംഗീത സംവിധാനം ചെയ്യണമെങ്കിലോ ഒക്കെ അതിന് നിയതമായ ചില വൃത്തങ്ങളുണ്ട്. അതിനുള്ളിൽ തന്നെ നിന്നേ ചെയ്യാൻ പറ്റും. അല്ല പെട്ടെന്നൊരാൾ പുറത്തു നിന്നാൽ അങ്ങനെയൊന്നും പാടാൻ പറ്റുന്ന ഈ കാലഘട്ടം പോലെ അല്ല അന്ന്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ അറിയായിരുന്ന രവീന്ദ്രൻ മാസ്റ്റർ പിന്നീട് ഇതിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. പക്ഷേ ബാബുരാജ് എന്ന മഹാനായ സംഗീത സംവിധായകൻ്റെ ചിത്രത്തിലാണ്, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് രവീന്ദ്രൻ മാസ്റ്റർ പാടിയത്. പാർവണ രജനിതൻ പാനപാത്രത്തിൽ പാലോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. അപ്പോൾ ഇതിന് എങ്ങനെ അവസരമുണ്ടായി എന്നുള്ളത് വളരെ രസകരമായൊരു സംഭവമാണ്. അപ്പം ചെന്നൈയിൽ കോടമ്പക്കത്ത് ഇദ്ദേഹം താമസിക്കുന്ന സ്ട്രീറ്റിനടുത്താണ് കെ വി മഹാദേവൻ എന്ന സംഗീത സംവിധായകൻ താമസിക്കുന്നത്. ആ തെരുവിൽ നിന്ന് നടന്ന് ഒരു ദിവസം രാവിലെ കെ വി മഹാദേവൻ്റെ മാസ്റ്ററെ കാണാനായി ഇദ്ദേഹം പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ തൊട്ടടുത്ത വീട്ടിൽ, കെ വി മഹാദേവൻ മാസ്റ്ററുടെ വീടിന് തൊട്ടടുത്ത വീട്ടിൽ സത്യൻ മാസ്റ്ററെ കണ്ടു. അഭിനയ ചക്രവർത്തിയായ സത്യൻ അന്ന് ഒരു ആവേശമായിരുന്നെന്നാണ് രവീന്ദ്രൻ മാസ്റ്റർ പറയുന്നത്. ഒരു ലുങ്കയൊക്കെ ഉടുത്ത് ആ നെഞ്ചു വിരിച്ചുള്ള ആ ഗാംഭീര്യത്തോടുള്ള നിൽപ്പ് കണ്ടപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒന്ന് മിണ്ടണമല്ലോ. അപ്പോൾ അറിയാമായിരുന്നെങ്കിലും സത്യൻ മാസ്റ്റർ അടുത്തേക്ക് കെ വി മഹാദേവൻ, സംഗീത സംവിധായകൻ കെ വി മഹാദേവൻ്റെ വീട് എവിടെയാണ് എന്ന് ഈ ചെറുപ്പക്കാരനായ രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു. അപ്പോൾ സത്യൻ മാസ്റ്റർ വരൂ എന്ന് പറഞ്ഞിട്ട് വീട് കാണിച്ചു കൊടുത്ത് അപ്പം രവീന്ദ്രൻ മാസ്റ്റർ അവിടെ ചെന്നു, സംഗീത സംവിധായകനെ കണ്ടു. അദ്ദേഹം ഒരു തമിഴ് പാട്ട്, ഒരു നാൾ പോതുമ എന്നുള്ള, അദ്ദേഹം ഈ ഗാനമേളകളിലൊക്കെ കേരളത്തിൽ ഭയങ്കരമായ തമിഴ് പാട്ടുകൾ പാടുന്നത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. അക്കാലത്ത് തണ്ടർ ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിലൊക്കെ രവീന്ദ്രൻ മാസ്റ്റർ ഗംഭീരമായി പാടുകയും സദസ്സിനെ ഇളക്കി മറിക്കുകയൊക്കെ ചെയ്യുന്ന അതിൽ ഒരു പാട്ട്, ഒരു നാൾ പോതുമ എന്നുള്ള ആ പാട്ട് കെ വി മഹാദേവൻ മാസ്റ്റർ പാടി കേൾപ്പിച്ചു. മാഷ് അതിൽ ഇമ്പ്രസ്ഡായി. അപ്പോൾ പാട്ടൊക്കെ പാടി ഒരു വിജയിയെപ്പോലെ തിരിച്ചു വരുമ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മുടെ സത്യൻ മാസ്റ്റർ ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇനി വരൂ എന്ന് പറഞ്ഞാൽ അടുത്ത് വിളിച്ചു. എവിടെയാ സ്ഥലം? അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സിനിമയിൽ ഒരു പാട്ട് പാടണം, സിനിമാ സംഗീതവുമായിട്ട് ചുറ്റിപ്പറ്റി തന്നെ ജീവിക്കണം, അതാണ് ആഗ്രഹം. എവിടെ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു സമാസ് ലോഡ്ജിലാണ്,
അപ്പോൾ നമ്പരും മറ്റുമൊക്കെ വാങ്ങി. അന്ന് അക്കാലത്ത് സിനിമയിൽ പരസ്പരം സഹായിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു 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 സ്നേഹബന്ധം, ഊഷ്മളമായൊരു ബന്ധം ഇന്നത്തെ പോലെയല്ല. ഒരു ഏതെങ്കിലും ഇപ്പോൾ ചെന്നൈയിലെ കോടമ്പക്കത്തൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ പട്ടിണിയും ഒക്കെ ആയിട്ട് വളരെ പ്രയാസപ്പെട്ടൊരു ജീവിതത്തിലൂടെയായിരുന്നു ഈ ചലച്ചിത്ര രംഗത്തെ കലാകാരന്മാർ അന്ന് ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന ഇപ്പോൾ പ്രേം നസീർ ആയാലും സത്യം മാസ്റ്റർ ആയാലും ഒക്കെ ഈ സഹജീവികളോടൊരു വല്ലാത്തൊരു സ്നേഹവും പരസ്പരം സഹായിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഇടയ്ക്ക് അപ്പോൾ സത്യം മാസ്റ്ററുമായിട്ട് രവീന്ദ്രൻ മാസ്റ്ററിന് ഒരു പരിചയം വന്നു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും ദുരിതപൂർണമായ ജീവിതവും ആഹാരമൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് സത്യം മാസ്റ്ററെ പോലെ ഒരു ആളിനെ പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാം. അപ്പോൾ മാസ്റ്റർ തന്നെ പറഞ്ഞു, ഞാൻ വളരെ ബോധപൂർവം അങ്ങനെ ഒരു സഹായത്തിനോ മറ്റു കാര്യത്തിനോ സത്യൻ മാസ്റ്ററെ ശല്യപ്പെടുത്തിയില്ല. അപ്പോൾ സത്യൻ മാസ്റ്റർ ഇടയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ലോഡ്ജിൻ്റെ മുമ്പിലൂടെ വന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ വിളിക്കും. എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി കയറുന്നു പറഞ്ഞാൽ അങ്ങനെ വണ്ടി കയറിയിട്ട് സത്യൻ മാസ്റ്റർ താമസിക്കുന്ന ഈ വീട്ടിൽ വന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് സത്യൻ മാസ്റ്ററോട് രവീന്ദ്രൻ മാസ്റ്റർ പങ്കുവയ്ക്കുന്ന സൗഹൃദ സംഭാഷണങ്ങൾ ഈ സത്യം മാസ്റ്റർക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ഔദ്യോഗിക ഒരു പോലീസ് ജീവിതം ഉണ്ടായിരുന്നു. സബ് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ആ കാലത്തെ വീരകഥകളും അന്നത്തെ സംഭവങ്ങളും അതൊക്കെ പറയാൻ സത്യം മാസ്റ്റർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതായിരുന്നു ഇവർ തമ്മിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് വളരെ അടുപ്പം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാഷേ എനിക്കൊന്ന് നാട്ടിൽ പോകണം, അതിനെന്താ പൈസയുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തരാം, പോകണ്ട. അങ്ങനെയല്ല, പൈസയുടെ അല്ല, ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ട്, ഇനി എന്നെങ്കിലും സിനിമയിൽ 4 വരി പാടിയതിന് ശേഷമേ എനിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയും കാണാൻ ഞാൻ പോകൂ എന്നൊരു ശപഥം എടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യം മാസ്റ്റർ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ റൂമിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സത്യം മാസ്റ്ററുടെ അനുജനും നേശനും മറ്റ് 2-3 ആൾക്കാരും കൂടെ ഇദ്ദേഹത്തെ കാണുവാൻ വന്നു. അപ്പോൾ പിന്നെ രവീന്ദ്രൻ മാസ്റ്ററെ വിളിച്ചു. പാട്ടുകാരനാണല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ 1-2 പാട്ടുകൾ പാടാൻ പറഞ്ഞു. അങ്ങനെ ചില പാട്ടുകൾ അദ്ദേഹം പാടി കേൾപ്പിച്ചു. ഓരോ പാട്ടിനും പാടുന്നതിന് പൈസ വേണം എന്നൊക്കെ പുള്ളി തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ വീട്ടിൽ വന്ന 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ മാസ്റ്ററെ വിളിച്ചു. റോയ്പേട്ടയിലെ ഒരു വീട്ടിലേക്കാണ് വിളിച്ചത്. അവിടെ ചെല്ലുമ്പോൾ പിന്നെ രവീന്ദ്രൻ മാസ്റ്ററെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ ബാബുക്കായെ ആദ്യമായി കാണുകയാണ്. ബാബുരാജ് സംഗീത സംവിധാനം ചെയ്യുന്ന വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പാടുവാനായിട്ടാണ് അങ്ങോട്ട് വിളിപ്പിച്ചത്. അങ്ങനെ റോയ്പേട്ടയിലെ വീട്ടിൽ വെച്ച് സംഗീത സംവിധായകൻ ബാബുരാജിനെ കണ്ടു. അതൊരു ഊഷ്മളമായ ബന്ധമായി. അങ്ങനെ ബാബുക്ക സംഗീത സംവിധാനം ചെയ്ത വെള്ളിയാഴ്ച എന്ന സിനിമയിൽ പാർവണ രജനിതൻ പാനപാത്രത്തിൽ പാലോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം രവീന്ദ്രൻ മാസ്റ്റർ പാടി. അതൊരു ചരിത്രത്തിൻ്റെ, മലയാള സിനിമാ സംഗീത ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗാന ചരിത്രത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. അങ്ങനെ ആ പാട്ട് പാടിക്കഴിഞ്ഞ് ലോകം കീഴടക്കിയ ഒരു ആവേശത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചെന്നൈയിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് ചെന്നു. ദേവരായ മാസ്റ്ററുടെ മുറിയിൽ ചെന്ന് മുട്ടി. അപ്പോൾ ദേവരായ മാസ്റ്റർ കഥ തുറന്നു. ആ പഴയ പോലെയുള്ള ചോദ്യം, ആരാ, എന്തു വേണം? അപ്പോൾ അതിന് എന്നെ മനസ്സിലായില്ലേ എന്ന് രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു. മനസ്സിലായി, ഉളത്തൂപ്പുഴ രവി, ഗാനഭൂഷണം. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ഒരു വിജയിയെ പോലെ പറഞ്ഞു, മാഷേ ഞാൻ ഇന്നൊരു സിനിമയ്ക്ക് വേണ്ടി പാടി, വെള്ളിയാഴ്ച എന്ന സിനിമയ്ക്ക് വേണ്ടി ബാബുക്കയുടെ സംഗീതത്തിൽ പാടി. ഞാൻ ഇന്ന് തന്നെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ഇത് പറയുമ്പോൾ ദേവരായ മാഷ് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. അത് ഒരു വലിയ തുടക്കമായിരുന്നു. ഒരു സംഗീത ജീവിതത്തിൻ്റെ, പിൽക്കാലത്തും മലയാളത്തിന് സുവർണ സംഗീതങ്ങൾ പകർന്നു തന്ന ഒരു സംഗീത സംവിധായകനെ, ഒരു ഗായകനെ ഒക്കെ സൃഷ്ടിച്ച അതിൻ്റെ ഒരു വലിയൊരു തുടക്കമായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് നടന്നത്.